ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വയനാട് ട്രിപ്പിലെ ഡേ 2 ആണ്. ഞങ്ങൾ ഇവിടെ അടുത്തുള്ള പുഴയ്ക്ക് കുളിക്കാൻ വേണ്ടി പോവാണ്. കുട്ടികളൊക്കെ പുഴയിൽ കുളിക്കാൻ പോകുന്ന ആവേശത്തിലാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. എല്ലാവരും ചായയൊക്കെ കുടിച്ച് നടക്കുകയാണ്. ഞങ്ങൾ കുളിക്കാൻ പോകുന്ന ഭാഗം അധികം ആഴൊന്നുമില്ല. കെട്ടി നിർത്തിയ ഭാഗത്താണ് ഞങ്ങൾ കുളിക്കാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ ചാടാൻ പറ്റിയ ഭാഗമാണ്. അപ്പോൾ നമുക്ക് കണ്ടോക്കാം അവിടുത്തെ അവസ്ഥ ഒക്കെ എന്താന്നുള്ളത്. ഞങ്ങൾ നടന്നു പോകുന്ന ഭാഗത്തൊന്നും അധികം വീടുകളൊന്നുമില്ല. പാടും കൃഷിയൊക്കെയാണ് കൂടുതലും. ഇനി കുറച്ചും കൂടി പോവാനുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് വീടുകൾ കാണുന്നുണ്ട്. തലേ ദിവസം ഇവിടെ നല്ല മഴ പെയ്തിരുന്നു. അതുകൊണ്ട് വെള്ളമൊക്കെ ആകെ കലങ്ങി മറിഞ്ഞിരുന്നു. ഞങ്ങൾക്ക് ആദ്യം കുളിക്കാനൊക്കെ ചെറിയ മടി ഉണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിക്കാണ്ട് ഇറങ്ങി. ഇതൊരു തൂക്കുപാലാണ്. നമുക്കൂടെ ആൾക്കാരെത്തണം. അമ്മമ്മൊക്കെ അതിൽ ഇറങ്ങി കേട്ടോ. ഇവിടെ അധികം ആഴൊന്നുമില്ല. സച്ചുവിന്റെ അരക്കറ്റേ വെള്ളമുള്ളൂ. അപ്പൊ ഗൈസ് ഞങ്ങൾ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാനുള്ള അരിയാണ് കണ്ടോ. മാമി അരിഞ്ഞരിഞ്ഞ് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിപ്പോ ഫുഡൊക്കെ കഴിച്ച് ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഡാം പോണാട്ടി മുന്നേ മാമൻ പറഞ്ഞു ഇവിടെ ജൈനക്ഷേത്രം ഉണ്ട്, ജൈനന്മാര് നിർമ്മിച്ച ക്ഷേത്രം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞപ്പോ എല്ലാവർക്കും അത് കാണാനൊരാഗ്രഹം. ഞങ്ങളിപ്പോ ജൈനക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. 13-ാം നൂറ്റാണ്ടില് ജൈനന്മാർ നിർമ്മിച്ച ക്ഷേത്രമാണിത്. ചെരുപ്പിട്ടൂടെ? ഞങ്ങളിപ്പോ ജൈനക്ഷേത്രത്തിന്റെ മുന്നിലാണുള്ളത്. ഇവിടെ ഇപ്പൊ പൂജ കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോ കേന്ദ്ര ഗവൺമെന്റ് സംരക്ഷിത മേഖലയായിട്ട് നിർത്തിയിട്ട് ഇരിക്കുകയാണ്. ഇവിടെ കാലപ്പഴക്കമായിട്ട് പൊളിഞ്ഞടിയ കുറെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ കല്ലിലൊക്കെ കൊത്തിവെച്ച കുറെ വിഗ്രഹങ്ങളൊക്കെ കാണുന്നുണ്ട്. കല്ലല്ലാത്ത മറ്റൊന്നും ഇവിടെ കാണുന്നില്ല. മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുള്ള് കല്ലിലാണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ഷേത്രത്തെ കുറിച്ച് അറിയണേ. മാമൻ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞത്. ജൈനക്ഷേത്രം കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ ബാണാസുര ഡാമിലേക്കാണ് പോയത്. ആദ്യം ഞങ്ങൾ കുറുവാദ്വീപിലേക്ക് പോകാനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത്. പിന്നെ ഞങ്ങളിൽ പലരും കണ്ടതും അതുപോലെ കുട്ടികളെയും കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ച് അത് ഞങ്ങൾ മടിച്ചു. ഞങ്ങളിപ്പോ ബാണാസുര ഡാമിന്റെ മുന്നിലാണ്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ്.
ഡാമിലേക്ക് നടക്കാൻ ഒരുപാട് ദൂരമുള്ളതുകൊണ്ട് തന്നെ ബസ് സർവീസ് ഉണ്ട്. റിട്ടേൺ ടിക്കറ്റ് അടക്കം ഒരാൾക്ക് 25 രൂപയാണ് വരുന്നത്. കുട്ടികളും അമ്മമ്മൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ബസ്സിലാണ് പോയത്. അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ മുകളിലെത്തലും ഞങ്ങളെ പ്ലാൻ ആകെ ചീറ്റിപ്പോയി ഗൈസ്. കാരണം ഞങ്ങൾ അവിടെ എത്തി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. ഞങ്ങൾ ഹൗസ് ബോട്ടിനുള്ള ടിക്കറ്റ് എടുക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോഴാണ് മഴ പെയ്തത്. അങ്ങനെ ഡാം ഞങ്ങൾ മുഴുവനായിട്ടൊന്നും കാണാൻ നിൽക്കാതെ തിരിച്ചു പോന്നു. ഞങ്ങളിപ്പോ വണ്ടർലാൻഡിലാണ് ഉള്ളത്. എൻട്രി ടിക്കറ്റ് അഡൽട്ടിന് 150 കുട്ടികൾക്ക് 100 രൂപയാണ്. ഇതിന് പുറമെ ഉള്ളിൽ വലിയ പാരറ്റിനും പാമ്പിനും കയ്യിലെടുക്കണമെങ്കിൽ 50 രൂപ കൊടുക്കണം. Okay. ഈ പാരറ്റിൻ്റെ പേര് ലിയോ എന്നാണ്. ഞങ്ങൾ ലിയോ എന്ന് വിളിച്ചപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു.
ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണിത്. ഇവിടുന്ന് ഞങ്ങൾ നേരെ റിസോർട്ടിലേക്കാണ് പോയത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ ഞങ്ങൾ മുത്തങ്ങ മസനഗുഡിയൊക്കെ വഴി നാട്ടിലെത്തും.